دنیا کے اے مسافر منزل تیری قبر ہے، رستہ جو چل رہا ہے 2 دن کا یہ سفر ہے۔ دنیا کے مسافر منزل تیری قبر ہے، رستہ جو چل رہا ہے 2 دن کا یہ سفر ہے۔ دنیا بنی ہے جب سے لاکھوں کروڑ آئے، دنیا بنی ہے جب سے لاکھوں کروڑ آئے، باقی رہا نہ کوئی 2 دن کا یہ سفر ہے، باقی رہا نہ کوئی 2 دن کا یہ سفر ہے۔ دنیا کے مسافر منزل تیری خبر ہے، رستہ جو چل رہا ہے 2 دن کا یہ سفر ہے۔ یہ اونچا اونچا بنگلے کچھ کام کے نہیں، یہ اونچا اونچا بنگلے کچھ کام کے نہیں ہے، باقی رہا نہ کوئی 2 دن کا یہ سفر ہے، باقی رہا نہ کوئی 2 دن کا یہ سفر ہے۔ دنیا کے مسافر منزل تیری خبر ہے، رستہ جو چل رہا ہے 2 دن کا یہ سفر ہے، رستہ جو چل رہا ہے 2 دن کا یہ سفر ہے۔ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ, ഉമറാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള ഉമ്മപങ്ങന്മാരെ, എന്നെ ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സ്വദേശത്തും വിദേശത്തുമുള്ള ദീനി സ്നേഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൊച്ചു കൊച്ചു വാളന്റിയന്മാരുണ്ട്. അതൊരു നമ്മുടെ ഒരു അത്ഭുതവും ഒരു കൗതുകവുമാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഒരു കൗതുകം തന്നെയാണ് കൊച്ചു കൊച്ചു വാളന്റിയന്മാർ. കണ്ട കൊച്ചു കൊച്ചു കുട്ടികളെ എത്ര തർബിയത്തോടുകൂടി വളരെ അതബോടുകൂടി ചിട്ടയോടുകൂടി നിർത്തിയിരിക്കുന്നു. അതൊക്കെ ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹ് ചെയ്തൊരു അനുഗ്രഹം. ഉസ്താദന്മാർ, ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലാഹു തആല ആ കിളുന്നുകൾക്ക് കുരുന്നുകൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആ അദബും അടക്കവും ചിട്ടയും അല്ലാഹു തആല അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലൊരു അതബോടുകൂടി ഉസ്താദ് കയറി വന്നാൽ പോലും നോക്കൂല, വലത്തും തിരിഞ്ഞും നോക്കൂല, ഭയങ്കര അതബ്. അങ്ങനെയാണ് ഖൈർ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബർസഖിലേക്കൊരു യാത്ര, അതാണ് ബർസഖ്. ആ ബർസഖ് എന്ന് പറയുന്നതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. ഖബറിലേക്കുള്ള ഒരു യാത്രയാണത്, ആഖിറത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണത് ബർസഖിലേക്കൊരു യാത്ര. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും ആ ഖബറിനെ ഓർത്ത് കരയുമായിരുന്നു, ആഖിറത്തെ ഓർത്ത് പൊട്ടിക്കരയുമായിരുന്നു, ഖബറിന്റെ ഭയാനകതയെ ഓർത്ത് അല്ലാഹുവിന്റെ റസൂൽ വിങ്ങി വിങ്ങി കരയുമായിരുന്നു. ഒരു ദിവസം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ തങ്ങൾ വളരെ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ അന്നഹാ സഅലത് അൻ അദാബിൽ ഖബർ, ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് ചോദിക്കുകയാണ്. ഖബറിൽ ഒരു ശിക്ഷയുണ്ടോ?
ഖബറിലൊരു ചോദ്യമുണ്ടോ? ബർസഖിയായ ജീവിതമുണ്ടോ? ബർസഖ് എന്താണ് നബിയേ? അതിന്റെ ഒരു വിവരണം നൽകുമോ യാ റസൂലല്ലാഹ്? ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദാബുൽ ഖബരി ഹഖ്ഖുൻ, ഖബറിന്റെ ശിക്ഷ യാഥാർത്ഥ്യമാണ് ആയിഷ. ആർക്കും അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല ആയിഷ. അത് അവൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആയിഷ. ഖബർ ആരെയും വെറുതെ വിടുകയില്ല ആയിഷ. അത് സത്യമാണ് ആയിഷ, സത്യമാണ് ആയിഷ. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ സ്വല്ലാ സ്വലാതൻ ബഅദ ദാലിക ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ ശിക്ഷയുണ്ട്, അത് ഉറപ്പാണ്, അത് യാഥാർത്ഥ്യമാണ്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല, അത് സത്യമാണ്, അത് വാസ്തവമാണെന്ന് പഠിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ്, നബി തങ്ങളെ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഒരു നമസ്കാരവും നമസ്കരിക്കാറില്ല. ആ ഖബറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടാതെ ഏത് നമസ്കാരം നമസ്കരിച്ചാലും ഖബറിന്റെ ഭയാനകതകളിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പടച്ച തമ്പുരാനോട് പൊട്ടിക്കരയുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് അതിന്റെ ഭയാനകതകളെ എന്റെ മുന്നിൽ വിവരിക്കുകയുണ്ടായി. ഞാൻ അതിനുശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പല്ല് വെളിയിൽ കാണത്തക്ക നിലയിൽ ചിരിച്ചിട്ടേയില്ല. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുകയല്ലാതെ പല്ല് കാണത്തക്ക നിലയിൽ ചിരിച്ചിട്ടേയില്ല. കാരണം ഖബറിന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഓരോ സമയത്തും പൊട്ടിക്കരയുമെങ്കിൽ ആരാണ് ഹബീബായ തങ്ങൾ? ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി അല്ലാതെ ദുനിയാവിന് വേണ്ടി എന്ന് ജീവിക്കാൻ തയ്യാറാകാത്ത മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നമസ്കാരത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ശംസീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു ദിവസം പോയപ്പോ വസമിഅതു, ഞാൻ കേൾക്കുകയുണ്ടായി, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നമസ്കാരത്തിലെ കരച്ചിൽ, അവിടുത്തെ പൊട്ടിക്കരച്ചിൽ എത്രത്തോളം എന്ന് വെച്ചാൽ അസീസുൻ ക അസീസിൽ മിർജൽ, എങ്ങനെയാണോ ഒരു ചീനച്ചട്ടിയിൽ, എങ്ങനെയാണോ ഒരു ഇരുമ്പ് ചട്ടിയിൽ നിറയെ എണ്ണ ഒഴിച്ച് അത് മത്സ്യവും മാംസവും ഇട്ട് പൊരിക്കുന്നതിന് വേണ്ടി, വറുത്തെടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം തീ കൊടുത്തുകൊണ്ട് തിളപ്പിക്കുമോ, അപ്പോൾ അതിന്റെ അടിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം പോലെ, ഇരമ്പല് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരത്തിലൂടെ ഞാൻ കേട്ടുവെന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നുവെങ്കിൽ ഒരു നമസ്കാരവും അല്ലാഹുവിന്റെ റസൂല് അശ്രദ്ധയോടെ നമസ്കരിച്ചിട്ടില്ല. പൊട്ടിക്കരയുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സഹോദരാ, നീ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ നീ ചിന്തിച്ചു കൊള്ളണേ, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് റബ്ബേ. ഓരോ മനുഷ്യനും അതാണ് തീരുമാനിക്കേണ്ടത്. അവന്റെ അവസാനത്തെ നമസ്കാരമാണത്. ഇനി എനിക്ക് സുബ്ഹി നമസ്കരിക്കുന്നവന് ളുഹർ നമസ്കരിക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട, ളുഹർ നമസ്കാരക്കാരന് അസ്ർ നമസ്കരിക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം അവന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് വേണം നിങ്ങളുടെ ഓരോ നമസ്കാരങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് നമസ്കാരം നമസ്കരിച്ചാലും ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് സുഹൃത്തെ, ആ ബർസഖിയായ ജീവിതം, ഖബറിന്റെ ജീവിതം ഭയാനകത നിറഞ്ഞതാണ്. ആ മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച് നമ്മളെ ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് ഏൽപ്പിക്കുമ്പോ രണ്ട് ഭീകര രൂപങ്ങളാണ് അവിടെ ഓടി വരിക.
അതുകൊണ്ട് ഓർക്കണേ, ഈ വിനീതൻ അവിടേക്ക് കടക്കുന്നതിന് മുമ്പ് മരിച്ച് ഖബറിലേക്ക് ചെല്ലുന്നത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഖബറിനെ ആരും നിഷേധിക്കണ്ട, ഖബറിന്റെ ശിക്ഷയെ നിഷേധിക്കണ്ട, ഖബറിന്റെ ഭയാനകതയെ നിഷേധിക്കണ്ട. അത് സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഏതൊരാത്മാവും ഖബറിന്റെ ഭയാനകതകളെ രുചിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആർക്കും വിട്ടുവീഴ്ചയില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഖബറിനെ കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും ദുആ ചെയ്യുമായിരുന്നുവെങ്കിൽ നമ്മോടും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇദാ ഫറഗ്ത മിനത് തശഹുദിൽ ആഖിർ, നിങ്ങൾ അത്തഹിയാത്ത് ഓതുമ്പോൾ, നമസ്കരിച്ച് അത്തഹിയാത്ത് ഓതി അവസാനത്തെ അത്തഹിയാത്ത് ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ ഫൽയതഅവദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് മുസ്ലിം ലോകമേ മറന്നു പോകരുതേ, മറന്നു പോകരുതേ. നമസ്കാരത്തിലെ ദുആ അല്ലാഹു സ്വീകരിക്കുമത്രേ. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഏത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും നേരെ നമസ്കാരത്തിലേക്ക് കടക്കുമായിരുന്നു. സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞ് പടച്ച തമ്പുരാനോട് ചോദിച്ച് തന്റെ ആവേശങ്ങളും പറഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിച്ചെടുക്കുമായിരുന്നു. സൂര്യന് ഗ്രഹണം സംഭവിക്കട്ടെ, ചന്ദ്രന് ഗ്രഹണം സംഭവിക്കട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നില്ല പതിവ്. സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിച്ചാൽ നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു. പള്ളിയിൽ വന്നുകൊണ്ട് സുജൂദിൽ വീഴും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ റുകൂഇൽ വീഴും. ലം യഖദ് അയ്യർഫഅ റഅസഹു, ഹബീബായ തങ്ങൾക്ക് റുകൂഇൽ നിന്ന് തല നിവർത്താൻ താൽപര്യമില്ല. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ നിവർത്തുകയാ, ശേഷം വീണ്ടും സുജൂദിലേക്ക് പോവുകയാ. ആ സുജൂദിൽ നിന്ന് തല നിവർത്താൻ അല്ലാഹുവിന്റെ റസൂലിന് താൽപര്യമില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നു, വീണ്ടും സുജൂദിലേക്ക് പോവുകയാണ്. നേരം റുക്കൂഇലും സുജൂദിലും കിടക്കുമ്പോ സൂര്യൻ അതാ തെളിഞ്ഞു വരികയാണ്. മദീന പട്ടണത്തെ ആകമാനം ഇരുട്ട് മൂടിക്കിടന്ന ആ സൂര്യഗ്രഹണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് സഹായം തേടുകയാണ്. അതുകൊണ്ട് സകലമാന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും വിരഹങ്ങൾക്കും വ്യതകൾക്കും രോദനങ്ങൾക്കും പരിഹാരം നമസ്കാരമാണ്, നമസ്കാരമാണ്. നമസ്കാരമില്ലാത്തവൻ ഇസ്ലാമില് പങ്കാളിത്തമില്ല, നമസ്കാരമില്ലാത്തവൻ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ് സാബിരീൻ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾ ക്ഷമയോടും സമാധാനത്തോടും കൂടി നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കണമേ. സകലമാന രോഗങ്ങൾക്കും പരിഹാരം നമസ്കാരം, സകലമാന കടങ്ങൾക്കും പരിഹാരം നമസ്കാരം, സകലമാന പ്രയാസങ്ങൾക്കും പരിഹാരം നമസ്കാരം, സകലമാന രോദനങ്ങൾക്കും പരിഹാരം നമസ്കാരം. പരിശുദ്ധ ഖുർആനിന്റെ പുണ്യമായ വാക്കാണിത്. സത്യവിശ്വാസികളെ, ഇസ്തഈനൂ ബിസ്സബ്രി നമസ്കാരത്തിലൂടെ ക്ഷമയിലൂടെ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണമേ. ആ നമസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് നാം പറയുന്നുണ്ട്. ദുനിയാവിന്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, ആഖിറത്തിന്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ആ നമസ്കാരത്തിൽ ഒന്നുകൂടി തന്റെ ശുദ്ധിയെ, തന്റെ പരിശുദ്ധമായ ശരീരത്തെ ശുദ്ധി കലശം ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പുണ്യമായ പരിശുദ്ധമായ ഖിബിലയിലേക്ക് നോക്കി നിന്നുകൊണ്ട് സകലമാന ദുനിയാവിന്റെ ആവശ്യങ്ങളെയും ദുനിയാവിന്റെ വെപ്രാളങ്ങളെയും വെടിഞ്ഞുകൊണ്ട് നേരെ റബ്ബിന്റെ കോടതിയിലേക്ക് സർവവും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നാം അഭിമുഖീകരിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അല്ലാഹു അത് തട്ടിക്കളയില്ല സഹോദര, തട്ടിക്കളയില്ല സഹോദര. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നമസ്കാരമാണ്, നമസ്കാരമാണ്. നമസ്കാരമില്ലാത്തവർക്ക് ഇസ്ലാമിൽ പങ്കില്ല എന്ന കാര്യം ഓർത്തുകൊള്ളണം. കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവരെ, നിങ്ങൾ എത്രത്തോളം സമ്പത്തുകൾ വലിച്ചെറിഞ്ഞാലും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കോടികൾ ചെലവഴിച്ചാലും അവർക്ക് നമസ്കാരമില്ലയോ, അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല, അവരുടെ സമ്പാദ്യം കൊണ്ട് അവർക്കൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് നമസ്കാരമില്ലാത്തവന് ഇസ്ലാമിൽ ഹദ്ദില്ല. നബിയുനാ റസൂലുള്ളാഹി അമാ ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി മൻ തറക الصലാ. നമസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, ഇസ്ലാമിൽ ഒരു അന്തസ്സുമില്ല, ഇസ്ലാമിൽ ഒരു മാനവുമില്ല തന്നെ. അവന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്ക് വരുമ്പോൾ അവൻ വല്ലാണ്ട് ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് സഹോദര, നമസ്കാരം നമ്മുടെ മർമ്മപ്രധാനമായ കാര്യമത്രേ. പള്ളിയിൽ നിന്ന് മധുരമായ ഭാഗ്യന്റെ മൊഴി കേൾക്കുമ്പോൾ ഉറങ്ങരുതേ, ഉറങ്ങരുതേ, കടകൾ അടച്ചിടണമേ, നേരെ പള്ളിയിലേക്ക് വരണമേ, നമസ്കാരത്തിന് നിങ്ങൾ പങ്കാളിത്തം വഹിക്കണമേ. നമസ്കാരം കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ വിട്ടുകൊണ്ട് പറയണമേ. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ ഫറഗ്ത മിന തശഹുദിൽ ആഖിർ, അവസാനത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞാൽ فَلْيَتَعَوَّذْ بِاللَّهِ مِنْ أَرْبَعٍ, 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമേ, മറന്നു പോകരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ഒന്നാമത്തെ കാര്യം മിൻ അദാബി ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും, വമിൻ അദാബിൽ ഖബർ, രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും, മൂന്നാമത് മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഫിത്ന ഫസാദുകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണമേ. നാലാമത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ഭീകര ജീവി നമ്മളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അതാ അവൻ നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈമാനോടെ മരിക്കുന്നതിന് വേണ്ടിയും അവന്റെ ഫിത്ന ഫസാദുകളിൽ പെട്ടുപോകാതെ, അവന്റെ ഇരുമ്പഴികൾക്കുള്ളിൽ അവന്റെ കരാളഹസ്തങ്ങളിൽ പെട്ടുപോകാതെ, ഈമാൻ നശിച്ചു പോകാതെ സ്വർഗലോകത്തേക്ക് എത്തുന്നതിന് വേണ്ടി 4 കാര്യങ്ങൾ നിങ്ങൾ നമസ്കാരത്തിൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമേ. അള്ളാന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. നമസ്കരിക്കാത്തവർക്ക് എങ്ങനെ ചോദിക്കാനാണിത്? നമസ്കരിക്കുന്നവർക്ക് ഈ 4 ഫിത്നകളിൽ നിന്ന് അള്ളാഹു സൗകര്യം നൽകും. എല്ലാ നമസ്കാരത്തിന്റെ അവസാന തഹ്ഹിയാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ കാവൽ തേടണമേ. അല്ലാഹുമ്മഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ? ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുകയാണ്, കാന യുഅല്ലിമുഹും കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ സഹാബാക്കൾക്ക് ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എങ്ങനെ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളും അല്ലാഹുവിന്റെ റസൂല് ഒരു അധ്യാപകനെ പോലെ കുഞ്ഞു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഹബീബായ തങ്ങൾ ഈ ദുആ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് സഹാബാക്കൾ പറയുകയാണ്. അതുകൊണ്ട് 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണമേ. നമസ്കാരമുള്ളവരെ, ഒരു പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നതായിരിക്കാം, അതിന്റെ അർത്ഥം നിങ്ങൾ വിട്ടുപോയിരിക്കാം, അർത്ഥം മറന്നുപോയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ അശ്രദ്ധയിലായിരിക്കാം. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധയോടെ ഈ ദുആ ചെയ്യണമേ. അവസാനത്തെ തഹ്ഹിയാത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നകളിൽ നിന്നും, വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ,
മസീഹു ദജ്ജാലിന്റെ ഭയാനകതകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു നാഥനെ. ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും ലക്ഷ്യമാണിത്. ആഖിറത്തിൽ മോചനം വേണമോ, ഖബർ രക്ഷ കെട്ടണമോ, ഖബറിൽ മോചനം ലഭിക്കണമോ, ഈ ദുആ നിങ്ങൾ മറന്നു പോകരുതേ. നമസ്കാരമില്ലാതെ ഈ ദുആ ചെയ്താൽ പുണ്യമില്ല സഹോദരാ, പുണ്യമില്ല സഹോദരാ. അതുകൊണ്ട് നമസ്കാരമില്ലാത്ത യുവാക്കളെ, യുവതികളെ, പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ നിങ്ങൾ സകലമായ ജോലികളും വിട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോകണമേ. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ബാങ്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ജുമുഅ എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞുവെങ്കിൽ 5 നേര നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വെല്ല പോകാനല്ല അല്ല പഠിപ്പിച്ചത്, പതുക്കെ പോകാനല്ല പഠിപ്പിച്ചത്, നമ്മുടെ ഇഷ്ടമുള്ളപ്പോൾ പള്ളിയിലേക്ക് പോകാനല്ല പഠിപ്പിച്ചത്. ഇദാ നൂദിയ ലിസ്സലാത്ത്, നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫസ്ഔ, ധൃതി കൂട്ടേണമേ, വ്യഗ്രത കാണിക്കണമേ, തീവ്രത കാണിക്കണമേ. പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു ഉദാസീനതയും കാട്ടരുതേ. കച്ചവടം തരുന്നത് അല്ലാഹുവാണ്, സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, കസ്റ്റമറെ തരുന്നത് അല്ലാഹുവാണ്, റാസിഖ് അവനാണ്, മാലിക് അവനാണ്, ഖാലിഖ് അവനാണ്, അല്ലാമുൽ ഗുയൂബ് അവനാണ്. അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് സംരക്ഷണം നൽകുന്നവൻ, അവനാണ് മനുഷ്യനെ ഉദ്ധരിക്കുന്നവൻ, അവനാണ് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയം കാണുമ്പോ വടവൃക്ഷങ്ങളിൽ കലപില ശബ്ദം കൂട്ടി ഒട്ടിയ വയറുമായി വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് ചെല്ലുന്ന പക്ഷിപരവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭൂമിയുടെ ഏതോ കോണിൽ ഭക്ഷണം ഒരുക്കി വെച്ച റാസിഖ് ആ റബ്ബാണ്. നമസ്കരിക്കാൻ പള്ളിയിൽ പോയതിന്റെ പേരിൽ കച്ചവടത്തിൽ ഒരു കുറവും അല്ലാഹു നൽകുകയില്ല, നൽകുകയില്ല. അവനാണ് കട തന്നവൻ, അവനാണ് കച്ചവടം തന്നവൻ, അവനാണ് ലാഭം നൽകിയവൻ, അവനാണ് റാസിഖായവൻ. അതുകൊണ്ട് ആ റബ്ബ് പറയുകയാണ്, ബാങ്ക് വിളിച്ചാൽ കടയടയ്ക്കണേ, കടയടയ്ക്കണേ, കടയുടെ ഷട്ടർ താഴ്ത്തിയിടണമേ. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നേരെ നിങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വ്യഗ്രത കാണിക്കണമേ, ധൃതി കൂട്ടണമേ. അല്ലാഹുവിനെ സ്മരിക്കണമേ, ഓർക്കണമേ. ധാരാളം ധാരാളമായി പള്ളിയിൽ പോയി പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്റെ നെറ്റിത്തടം സമർപ്പിച്ചുകൊണ്ട് നിന്റെ ആവലാദിയും വേവലാദിയും പറയണമേ. പരിശുദ്ധ ഖുർആൻ, ഫഇദാ ഖുദിയത്തിസ് സ്വലാഹ്, നമസ്കാരം കഴിഞ്ഞാൽ, നമസ്കാരം പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞാൽ, വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹു ദുനിയാവിൽ നിനക്ക് നൽകിയ വിഭവങ്ങളെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളണമേ, സ്വീകരിച്ചു കൊള്ളണമേ. അതുകൊണ്ട് കച്ചവടത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നമസ്കാരം ഒഴിവാക്കാൻ വഴിയില്ല. രോഗിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്നതിന്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ വഴിയില്ല സഹോദര. വിവാഹത്തിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ വഴിയില്ല സഹോദര. മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ ഒരു എക്സ്ക്യൂസും ഇസ്ലാമിലില്ല സഹോദര. യാത്രയുടെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഒരു എക്സ്ക്യൂസും ഇല്ല സഹോദര. പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു തരട്ടെയോ? കേൾക്കണേ, പഠിക്കണേ. നമസ്കാരത്തിനോട് ശ്രദ്ധയില്ലാത്ത യുവാക്കളെ, യുവതികളെ, സ്വർഗത്തിലേക്ക് പോകണ്ടയോ, ഖബറിൽ നിന്ന് രക്ഷ വേണ്ടയോ? അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ
ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കാരക്കാരെ നിങ്ങൾക്ക് നരകം, നമസ്കരിക്കുന്നവർക്ക് നരകം, നമസ്കാരക്കാർക്ക് നരകം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്ന നമസ്കാരക്കാരെ അവർക്ക് നരകമാണ്. ചെറിയ ഒരു സൂറത്താണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ മഗ്രിബ് നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണിത്. നമസ്കാരക്കാർക്ക് നരകമാണ്. ഏത് നമസ്കാരക്കാർ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അശ്രദ്ധ. എന്താണ് ഈ അശ്രദ്ധയുടെ അർത്ഥം? മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഐ അഖറുഹാ അൻ ഔഖാതിഹാ. കച്ചവടത്തിന്റെ പേരും പറഞ്ഞ്, കല്യാണത്തിന്റെ പേരും പറഞ്ഞ്, യാത്രയുടെ പേരും പറഞ്ഞ് നമസ്കാരത്തെ പിന്തിക്കുന്ന നമസ്കാരക്കാരാ, നമസ്കാരത്തെ പിന്തിക്കുന്ന സഹോദരാ, അവർക്ക് നരകമാണ്, നരകമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ മൊഴികളാണിത്. നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് പിന്തിച്ചു വരുന്നു. അതുകൊണ്ട് കല്യാണത്തിന്റെ പേരും പറഞ്ഞ്, മൈലാഞ്ചി കല്യാണത്തിന്റെ പേരും പറഞ്ഞ് നമസ്കാരം ഒഴിവാക്കിയാൽ അള്ളാന്റെ അടുക്കൽ ഒരു എക്സ്ക്യൂസും ഇല്ല, ഖബറിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കണം. അങ്ങനെ നമസ്കാരത്തിൽ ശ്രദ്ധ പതാതെ ഒരാൾ മരിച്ചു പോയാൽ അവന്റെ കാര്യം പോക്കാണ്. സാലിഹീങ്ങളായ മനുഷ്യനാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ എന്താണ് അവന്റെ സമീപനം? ആ മലക്കുൽ മൗത്തിന്റെ സമീപനം ആ വ്യക്തിയോട് എങ്ങനെയാണെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്, അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. സാലിഹീങ്ങളായവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അവതരിപ്പിക്കുന്നത്. മലക്കുകൾ സലാം പറയുകയാണ്, നമുക്ക് മലക്ക് സലാം പറയുകയാണ്. മലക്ക് നമുക്ക് സലാം പറയുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചാൽ അവൻ വിജയം വരിച്ചവനത്രേ. ഇന്ന് നമ്മൾ സലാം പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കാണ് സലാം പറയുന്നതെങ്കിൽ ആ വ്യക്തി സലാം മടക്കിയില്ല എങ്കിൽ മലക്കുകളെ കൊണ്ട് അല്ലാഹു മടക്കിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ സഹോദരൻ, ഒരു സത്യവിശ്വാസിയായ സഹോദരൻ, അവൻ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോ അതാ മലക്കുൽ മൗത്ത് വരുന്ന രംഗം ഹബീബായ തങ്ങൾ പറയുകയാണ്. മലക്കുൽ മൗത്ത് എല്ലാ ദിവസവും വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമത്രേ. 5 സമയത്ത് വിശ്വാസികളെ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും മലക്കുകൾ നമുക്ക് സലാം പറയുന്നുണ്ട്, കൈ തരുന്നുണ്ട്, മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. ആരും ശ്രദ്ധിക്കുന്നുണ്ടോ? 2 കോലത്തിലാണ്. ഒന്ന് നല്ല അവസ്ഥയിൽ, 2 മോശമായ അവസ്ഥയിൽ. എല്ലാരെയും, നമസ്കരിക്കാത്തവരെയും കൈകൊടുത്ത് പിടിക്കുന്നുണ്ട്. മോനെ നീ നിസ്കരിക്കണ്ട കേട്ടോടാ, ഞാൻ വരും, ഒരു സമയമാവുമ്പോ ഞാൻ വരുന്ന രംഗം നീ അപ്പൊ കണ്ട് മനസ്സിലാക്കും. നിസ്കരിക്കുന്നവരെ കണ്ട് നല്ല നിലയ്ക്ക്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരി സഹാബിയായ ഒരു സഹോദരന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന രംഗം ഹബീബായ തങ്ങളുടെ പുണ്യമായ കണ്ണുകൊണ്ട് കാണുകയാണ്. നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കൽ മൗത്ത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മലക്കുൽ മൗത്തിനെ കാണുകയാണ്. ഇൻദ റഅസി റജുലിൻ മിനൽ അൻസാർ. ഒരു അൻസാരിയായ സഹാബിയുടെ അരികിൽ അതാ മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുകയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി മലക്കിൽ മൗത്ത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, ഏ മലക്കുൽ മൗത്ത്, ഉർഫുഖ് ബിസാഹിബി ഫഇന്നഹു മുഅ്മിൻ.
കൂട്ടുകാരനാണ്, അവൻ എന്റെ സുഹൃത്താണ്, എന്റെ സഹോദരനാണ്. അവനോട് കരുണ കാണിക്കണമേ മലക്കുൽ മൗത്തേ, അവനെ അനുഗ്രഹിക്കണമേ മലക്കുൽ മൗത്തേ, അവനെ വേദനിപ്പിക്കരുതേ മലക്കുൽ മൗത്തേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ദീർഘവീക്ഷണത്തോടുകൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളുടെ കൂടെ നടന്ന കൂടെ പ്രവർത്തിച്ച സന്തത സഹചാരിയും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത അൻസാരികളായ മദീനക്കാരിൽ പ്രമുഖരായ സഹാബാക്കളുടെ ചരിത്രങ്ങളാണ് പരിശുദ്ധ ഹദീസിലൂടെ നമ്മൾ പഠിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് സർവവും ത്യജിച്ച ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ഉപ്പയും എന്റെ സ്വത്തും മുതലും ഊർജവും ഓജസ്സും തേജസ്സും അങ്ങേക്ക് അർപ്പണമാണെന്ന് പഠിപ്പിച്ച ഹബീബായ തങ്ങളുടെ സന്തത സഹചാരികളിൽപ്പെട്ട അൻസാരി സഹാബിയുടെ റൂഹ് പിടിച്ചെടുക്കാൻ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. ആ സഹാബിയുടെ തലയ്ക്ക് മീതെ നിൽക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയുടെ അരികിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയുടെ അടുക്കൽ നിൽക്കുന്ന ആ മലക്കുൽ മൗത്തിന്റെ ഭീകര രൂപം കണ്ടുകൊണ്ട് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, മലക്കുൽ മൗത്തേ, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ കൂട്ടുകാരനാണ്, ഇതെന്റെ ഭൃത്യനാണ്, ഇതെന്റെ സഹപാഠിയാണ്, എന്റെ സഹപ്രവർത്തകനാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ മലക്കുൽ മൗത്ത് പറയുകയാണ്, വല്ലാഹി യാ മുഹമ്മദ്, ഇഅ്ലം മുഹമ്മദേ, അല്ലാഹുവാണ് സത്യം, മനസ്സിലാക്കണേ, അന്നമാ ഫിൽ അർളി മിൻ ബൈതി മദരിൻ വലാ ശൈരിൻ ഫീ ബർരിൻ വലാ ബഹരിൻ ഇല്ലാ വഅന അതസഫഹും കുല്ല യൗമിൻ ഖംസ മർറാ وأنا أعرف بصغيرهم وكبيرهم وأنا أعرف بصغيرهم وكبيرهم والله يا محمد الله وانا സത്യം മുഹമ്മദേ, അറിഞ്ഞു കൊള്ളണമേ മുഹമ്മദേ. മലക്കുൽ മൗത്ത് പറയുകയാണ്, ഹബീബായ തങ്ങളോട് മറുപടി പറയുകയാണ്, ഇഅ്ലം, അറിയണം, അന്നമാ ഫിൽ അർളി മിൻ ബൈതി മദരിൻ വലാ ശൈരിൻ, ഈ രാജ്യത്ത് ഈ ലോകത്ത് ഏതൊരു ചെറിയ വീടുണ്ടോ, കുടില് മുതൽ കൊട്ടാരം വരെയുണ്ടോ, കടലിലാകട്ടെ കരയിലാകട്ടെ, സാക്ഷാൽ ഭൂകമ്പം അമ്മാനമാടിയ, സാക്ഷാൽ സുനാമി കൊണ്ട് തകർന്ന് തരിപ്പണമായ ജപ്പാന്റെ ഓരോ ബഹുനില കെട്ടിടങ്ങളാകട്ടെ, സുമാത്ര ദ്വീപുകളാകട്ടെ, ഇന്തോനേഷ്യയാകട്ടെ, ഓരോ സ്ഥലങ്ങളുമാകട്ടെ, ചെറുത് മുതൽ വലുത് വരെയുള്ള വലിയ വലിയ വീടുകളിൽ താമസിക്കുന്ന, കോൺക്രീറ്റ് സൗധങ്ങളിൽ താമസിക്കുന്ന, ചെറ്റക്കുടിലുകളിൽ താമസിക്കുന്ന, ഓലയിട്ട വീടുകളിൽ താമസിക്കുന്ന, പുറംപോക്കിൽ താമസിക്കുന്ന, റോഡരികിൽ കിടന്നുറങ്ങുന്ന ഏത് മനുഷ്യനാണോ ലോകത്തുള്ളത്, ഹബീബായ തങ്ങളെ എല്ലാ ദിവസവും 5 പ്രാവശ്യം അവരെ ഞാൻ പോയി കണ്ടെത്തുമെന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് പറയുകയാണ്. വഅന അഅരിഫു ബിസഗീരിഹിം വകബീരിഹിം, കുഞ്ഞുകുട്ടി മുതൽ വന്യവർദ്ധരായ വയോവൃദ്ധരായവർ വരെ, ചെറുത് മുതൽ വലുത് വരെയുള്ള സകലമാന മനുഷ്യ മക്കളെയും അവരുടെ സ്വഭാവ ഗുണങ്ങളെയും എനിക്കറിയാം മുഹമ്മദേ, എനിക്കറിയാം മുഹമ്മദേ. പക്ഷെ എനിക്കവരോട് കരുണയില്ല ഹബീബേ, എനിക്കവരോട് കരുണയില്ല ഹബീബേ. പക്ഷേ ഞാൻ കരുണ കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരോട് ഞാൻ കരുണ കാണിക്കും. അവരുടെ ആത്മാവ് പിടിച്ചെടുക്കാൻ ഞാൻ അവരിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഫഇൻ കാന മിമ്മൻ യുഹാഫിളു അലാ സ്വലാത്ത്, കൃത്യമായ നമസ്കാരം, 5 നേര നമസ്കാരം ഖളാക്കാതെ, അതാത് സത്ത് നമസ്കരിക്കുകയും അത് ഖളാക്കാതെ, അവ്വൽ ജമാഅത്തോടുകൂടി, അവ്വൽ വഖത്തിൽ, അവ്വൽ തക്ബീറോടുകൂടി പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ബുദ്ധിജീവികൾ ലോകത്ത് എവിടെയുണ്ടോ, ഞാൻ അവരോട് കരുണ കാണിക്കും മുഹമ്മദേ, കരുണ കാണിക്കും മുഹമ്മദേ.